യെസ്, ഇന്നലെ ഒരു ട്രാവലിംഗിന്റെ ഭാഗമായിട്ടിരുന്ന് ഞാനും ഒരാളും കൂടെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാളെ എനിക്ക് പരിചയമുള്ള ഒരാളെ കിട്ടി. പരിചയമുള്ള ആളെ കണ്ട് സംസാരിച്ചിൽ നിന്ന് കിട്ടിയിട്ട് അറിവ് പറയുവാണ്. ഞാനും അദ്ദേഹമായിട്ട് ഒരു അരമണിക്കൂറോളം സംസാരിച്ചു. അരമണിക്കൂർ സംസാരിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് അരമണിക്കൂർ സംസാരിച്ചപ്പോ അതിനകത്ത് 28 മിനിറ്റും അദ്ദേഹത്തിനെ കുറിച്ചാണ് സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ മക്കളെ കുറിച്ച് പറഞ്ഞു, അദ്ദേഹത്തിന്റെ ബിസിനസിനെ പറ്റി പറഞ്ഞു, സറൗണ്ടിങ്സിനെ പറഞ്ഞു, സറൗണ്ടിങ്സിന്റെ സപ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞു, സപ്പോർട്ട് കുറവാണെന്ന് പറഞ്ഞു. ഇങ്ങനെ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. ആ സംസാരിച്ചതിനൊക്കെ തന്നെ ഞാൻ അതിനകത്ത് എന്റേതായ കോൺട്രിബ്യൂഷൻസ് പറയുന്നുണ്ട്. ഈ സംസാരത്തിനിടയില് ഈ 30 മിനിറ്റ് സംസാരിച്ചതിനകത്ത് ഞാൻ എടുത്ത സമയം, അതായത് എനിക്ക് എന്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി അദ്ദേഹം എടുത്ത സമയം ചിലപ്പോൾ 2 മിനിറ്റ് ആയിരിക്കും. എന്താ JP വിശേഷം എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. നോക്കി, അദ്ദേഹത്തിന്റെ മക്കളുടെ കാര്യം പറഞ്ഞു, അദ്ദേഹത്തിന്റെ ബിസിനസിനെ പറ്റി പറഞ്ഞു, അദ്ദേഹത്തിന്റെ സറൗണ്ടിങ്സിനെ പറ്റി പറഞ്ഞു, ആളുടെ ബന്ധങ്ങളെ കുറിച്ച് പറഞ്ഞു. ഈ പറയുന്ന സമയത്ത് അദ്ദേഹം ഒരു നല്ല വ്യക്തിത്വത്തിന്റെ ഉടമയാണ് എന്ന് എനിക്കറിയാം. എങ്കിൽ തന്നെയും അദ്ദേഹം ആളുടെ മക്കളെ കുറിച്ച് പറയുന്ന സമയത്ത് എന്റെ മക്കൾ എന്ത് ചെയ്യുന്നു, എത്ര മക്കളുള്ളത്, എന്നെ അറിയുന്ന ആളാണെങ്കിൽ മക്കൾ എന്ത് ചെയ്യുന്നു, വൈഫ് ഇപ്പൊ എന്താ ചെയ്യുന്നു, എവിടെയാണ്, അറിയുന്ന ആളാണ്. എന്നാലും എന്റെ കാര്യങ്ങളെ ചോദിക്കാനും എന്നെ മനസ്സിലാക്കാനും ഒരു അല്പസമയം എടുത്തിരുന്നെങ്കിൽ എന്ന് എനിക്ക് തോന്നി. അപ്പൊ ഇതിൽ നിന്ന് എന്തൊരു ലെസൺ ഉള്ളത്? എന്തുകൊണ്ടാണ് മറ്റുള്ളവർ നമ്മളെ സഹായിക്കാത്തത്? കാരണം നമ്മള് നമ്മുടെ കാര്യങ്ങളെ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക, നമ്മൾ സംഭവമാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെയാകുമ്പോൾ എങ്ങനെ നമുക്ക് പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ പറ്റുക? നമ്മൾ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ പറ്റാത്തതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുന്നുള്ളൂ. അത് സത്യമാണ്. എന്നാൽ മറ്റുള്ളവരെ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി എങ്കിലും ഉണ്ട് എന്ന് കാണിക്കാനുള്ള ഒരു മാനസികാവസ്ഥ, ഒരു ക്വാളിറ്റി നമ്മളിൽ ഇല്ലെങ്കിൽ നമുക്ക് ആരാ ബന്ധങ്ങൾ ഉണ്ടാകുക? നമ്മളെ കുറിച്ച് പറയുന്ന സമയത്ത് തന്നെ അങ്ങനെ എന്താണ്, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എന്താണ്, കേൾക്കുന്ന ആൾ എന്താണ്, അദ്ദേഹത്തിനെ കേൾക്കാനും അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ച് സംസാരിക്കാനും അദ്ദേഹത്തിന്റെ മക്കളെ പറ്റി സംസാരിക്കാനും അദ്ദേഹത്തിന്റെ സമൂഹത്തിനുള്ള പ്രതിബദ്ധതയുടെ ഭാഗമായി കൊടുക്കുന്ന കാര്യങ്ങൾ സംസാരിക്കാനും എന്തെങ്കിലും അല്പം സമയം കണ്ടെത്തിയാലല്ലേ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുള്ളൂ. ഇത് നടക്കാതെ പോകുമ്പോൾ എങ്ങനെയാണ് സമൂഹം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറയുന്നത്? എന്ത് യുക്തികളെ? സമൂഹം എന്ന് പറയുന്ന ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഞാൻ തന്നെയല്ലേ? അപ്പൊ എന്നെയും കൂടെ കണക്ട് ചെയ്യുന്ന തരത്തിലേക്ക് ഒരു സംസാര രീതി, ക്വാളിറ്റി നിങ്ങൾ ബിഹേവ് ചെയ്തില്ലെങ്കിൽ പലപ്പോഴും നിങ്ങൾക്ക് നല്ല ബന്ധങ്ങൾ ഉണ്ടാകാതെ വരും. അപ്പൊ നിങ്ങളെ തന്നെ സ്നേഹിക്കുകയാണ്, അത് വെച്ചിട്ട് മുന്നോട്ട് പോകാം. ആ മുന്നോട്ട് പോകുന്നതിൽ തന്നെ ഹാപ്പി ആകണം എങ്കിൽ ശരിയല്ലേ?